നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ക്യാൻസർ മാനേജ്മെന്റിന് ആയുർവേദത്തിനും യോഗയ്ക്കും എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ പറ്റിയിട്ട് ഒരല്പം വിശദമായി തന്നെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് ആളുകൾ സംശയത്തോടെ നോക്കുന്ന ഒരു മേഖലയാണ് ആയുർവേദത്തിലെ ക്യാൻസർ ട്രീറ്റ്മെന്റ്. ഇത് ധാരണയാണോ മിഥ്യാധാരണയാണോ എന്ന് ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസിന്റെ ബേസിൽ ചില ഡാറ്റാസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ട് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് ആയുർവേദത്തിൽ ചികിത്സ ക്യാൻസറിന് ആവശ്യമുണ്ട് എന്നുള്ളത് കൂടി ഇതോടൊപ്പം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം തന്നെ ക്യാൻസർ എന്തുമാത്രം നമ്മുടെ സമൂഹത്തിന് ബാധിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് ചെറിയൊരു സ്ലൈഡാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് WHO കണക്ക് പ്രകാരമുള്ള ഒരു സ്ലൈഡാണ്. ഇതിൽ പറയുന്നത് 10 മില്യൺ ഡെത്താണ് ഒരു വർഷത്തിൽ. 10 മില്യൺ ആളുകൾ ക്യാൻസർ കൊണ്ട് മരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എന്തുമാത്രം ഉണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് എന്നത്. ഇത് മരണങ്ങളിൽ സെക്കൻഡ് ലാർജസ്റ്റ് കോസാണ്. കാരണം ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഹൃദയാഘാതം മൂലമാണെങ്കിൽ അതിൻ്റെ തൊട്ട് അടുത്ത് നിൽക്കുന്നത് ക്യാൻസർ ആണ്. അപ്പൊ നമ്മൾ അതിൻ്റെ ഒരു ഭീകരതയാണ് ഇവിടെ പറയുന്നത്. പിന്നെ അപ്പൊ ഈ കണക്ക് പ്രകാരം 6 പേരിൽ ഒരാള് ക്യാൻസറിൽ മരിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ UK കണക്ക് പ്രകാരം 2-ൽ ഒരാൾ മരിക്കുന്നു എന്നാണ്. അപ്പൊ എന്താ വെച്ചാൽ കുറച്ചുകൂടി ഡെവലപ്ഡ് കൺട്രി ആയിട്ട് അവിടെ പോലും സ്ഥിതി ഇതാണ്. ഇത് WHO ഹെൽത്ത് സെക്ടറിന് ഏറ്റവും കൂടുതൽ ബേർഡൻ ആയിട്ടുള്ള ഒരു രോഗം കൂടിയാണ് ക്യാൻസർ. അപ്പൊ ഞാൻ ഇതോട് ഉദ്ദേശിച്ചത് എന്താണ് ഇതിന്റെ ഭീകരത എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ നമ്മൾ ഇത്രയും ഈ മോഡേൺ വേൾഡില് ഏർലി ഡിറ്റക്ഷൻ ആണ് ക്യാൻസറിന്റെ പ്രിവെൻഷനിൽ ആദ്യം നിൽക്കുന്നത്. എന്ന് വെച്ചാൽ തുടക്കത്തിലെ കണ്ടെത്തുക. ക്യാൻസർ തുടക്കത്തിലെ കണ്ടെത്തിയാൽ ഒരുപാട് ആളുകൾ രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ ഒരു യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പോലും ഇത്രയും വലിയ കണക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് അതെന്ന് മനസ്സിലാക്കേണ്ടത്. ഇന്ന് കാണുന്ന സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ്സ് നമ്മൾ വിചാരിച്ച അത്രയും എഫക്റ്റ് ക്യാൻസർ രോഗത്തിന് തരുന്നില്ല എന്നുള്ള ഒരു ഉറപ്പാണ് ഇതിന് തൊട്ട് മുമ്പ് കാണിച്ച സ്ലൈഡ്. ഇനി ഈ സ്ലൈഡിൽ നമുക്കൊന്ന് നോക്കാം. ഇതിൽ കൺവെൻഷണൽ തെറാപ്പി ഉണ്ട്, സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാലും ഹൈ ഡ്രഗ് എഫക്റ്റ് ഒരു വിഭാഗം ആളുകളിൽ കാണിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഈ ഡ്രഗ് കൊണ്ടുള്ള എഫക്റ്റ് എന്ന് പറയുമ്പോൾ കുറെ ആളുകൾക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ കുറെ ആൾക്കാർക്ക് നോ ഡ്രഗ് എഫക്റ്റ് ആണ്. കാരണം വെച്ചാൽ ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സർജറിക്ക് പോകും, അല്ലെങ്കിൽ സർജറിയുടെ മുമ്പ് ഈ മുഴകളൊന്ന് ചുരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യും, കീമോതെറാപ്പിയോ റേഡിയേഷനോ ചെയ്യും. ഈ ചെയ്യുന്ന ട്രീറ്റ്മെന്റോ ഈ കീമോതെറാപ്പിയോ ഈ സർജറിയോ ഒന്നും എഫക്റ്റ് ചെയ്യാത്ത ഒരു വിഭാഗം ആളുകൾ, അതാണ് നോ ഡ്രഗ് എഫക്റ്റ്. പിന്നെ ഡ്രഗ്സിന്റെ സൈഡ് എഫക്റ്റ്. ഈ സൈഡ് എഫക്ട്സ് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ മരണമടയുന്നുണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിൽ പലപ്പോഴും 5-6 വർഷങ്ങളായിട്ട് ക്യാൻസർ ബാധിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാതെ ഇരുന്ന ആളുകൾ ജീവിച്ചിരിക്കുകയും പിന്നീട് വളരെ കോംപ്ലിക്കേഷൻ ആയിട്ട് എൻ്റെ അടുത്ത് വരികയും ചെയ്യുന്ന അവസ്ഥയിൽ ഞാൻ ആലോചിക്കാറുണ്ട്, ഇവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി ഇതിലേതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടും. എന്ന് വെച്ചാൽ ഒന്നുകിൽ അവർ രക്ഷപ്പെടും, അതല്ലാന്നുണ്ടെങ്കിൽ നോ ഡ്രഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സിന് റെസിസ്റ്റൻസ് വരിക. പലതരം കീമോതെറാപ്പികളുണ്ട്. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഡ്രഗ് ഒന്നും അല്ല, ഇതിന് റെസിസ്റ്റൻസ് വരിക. ഇതിൽ ഡോക്ടേഴ്സ് എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. പിന്നെ സൈഡ് എഫക്റ്റ്. ഇങ്ങനെ ഒരു കാറ്റഗറിയാണ് ഇപ്പോൾ നിലവിലുള്ള സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചിട്ട് നോക്കിയാൽ നമുക്ക് ഇന്ന് കിട്ടുന്ന കണക്കുകൾ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ക്യാൻസർ ട്രീറ്റ്മെന്റ് എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തതിൽ ഉള്ള ഒരു റിസൾട്ടുകളാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം ബ്രെയിൻ ട്യൂമേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ളതും ട്രീറ്റ് ചെയ്തിട്ടുള്ളതും. അതിനൊരു കാരണമുണ്ട്. എൻ്റെ അടുത്ത് ഞാൻ ഹൗസ് സർജൻസി കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ ഫാദറിൻ്റെ കൂടെ ആയിരുന്നു. ഫാദർ ആയുർവേദ ഡോക്ടർ ആയിരുന്നു. ആ സമയത്ത് പ്രാക്ടീസ് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആദ്യം വന്നൊരു കുട്ടി കോമ സ്റ്റേജിൽ ഉള്ള ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. മീൻസ് ബ്രെയിൻ ട്യൂമർ, ബ്രെയിനിൽ തന്നെ വന്നിട്ടുള്ള ഒരു ക്യാൻസർ. ആ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുകയും ആ കുട്ടി രക്ഷപ്പെടുകയും ചെയ്തു. കോമ സ്റ്റേജിലായിരുന്നു. ഇന്ന് ആ കുട്ടി 25 വർഷത്തിന് ശേഷവും ഒരു കുഞ്ഞുമായിട്ട് ജീവിക്കുന്നുണ്ട്. ആ കുട്ടിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാൻസർ കേസസ് ട്രീറ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ബ്രെയിൻ ട്യൂമേഴ്സ് ആണ്. ഈ ബ്രെയിൻ ട്യൂമേഴ്സ് ഇത്രയും കേസുകൾ നമ്മളെടുത്ത് എത്തി.
ഇത് എത്തണമെങ്കിൽ തന്നെ വേറൊരു കാര്യം നമ്മൾ ആലോചിക്കണ്ടല്ലോ, എന്തുകൊണ്ട് ഇവർ ആയുർവേദം തെരഞ്ഞു വരുന്നു? അപ്പോൾ എവിടെയോ ഒരു പിഴവ്, അല്ലെങ്കിൽ പിഴവ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ കണ്ടെത്തിയ, നമ്മൾ മോഡേൺ എന്ന് പറയുന്ന നമ്മളുടെ മെത്തേഡിൽ ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ ചിലപ്പോഴെങ്കിലും രക്ഷപ്പെടാത്ത ആളുകൾ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം അത്രയും ആളുകൾ രക്ഷപ്പെടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിന് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നത് ഒന്ന് ബ്രെയിൻ ട്യൂമേഴ്സ് ഇത്രയും എണ്ണം, പിന്നെ അടുത്തത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്, ലിവർ, ലങ്സ്, ലൂക്കീമിയ എന്ന് പറയുമ്പോൾ ബ്ലഡ് ക്യാൻസർ, പിന്നെ വൻകുടലിനെ ബാധിക്കുന്നത്, പിന്നെ സ്റ്റൊമക്കിനെ ബാധിക്കുന്നത്, പാൻക്രിയാസിനെ ബാധിക്കുന്നത്, കിഡ്നിയെ ബാധിക്കുന്നത്, സെർവിക്സിനെ ബാധിക്കുന്നത്, ഓവറി, ചെറുകുടൽ, ഈസോഫാഗസ് എന്ന് പറയുമ്പോൾ അന്നനാളം, ഇതിനൊക്കെ ബാധിച്ച ക്യാൻസേഴ്സും അതിൽ ഞാൻ ട്രീറ്റ് ചെയ്തതും ആയിട്ടുള്ള ഒരു കേസസിൻ്റെ ഒരു ഗ്രാഫാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും കേസുകൾ ട്രീറ്റ് ചെയ്യുകയും അതിന് ട്രീറ്റ് ചെയ്ത് എന്തെങ്കിലും എഫക്റ്റ് ഉള്ള, മീൻസ് ഗുഡ് എഫക്റ്റ് കിട്ടിയിട്ടുള്ള കേസുകളുടെ ഒരു ഗ്രാഫാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം ഇത്രയും ആളുകൾ ആയുർവേദത്തിന് വരികയും അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സ്ലൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഈ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ ആയുർവേദത്തിന്റെ അപ്രോച്ച് എന്നുള്ളതാണ്. അതെന്ന് വെച്ചാൽ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ചാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ശാസ്ത്രീയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും അറിഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആയുർവേദത്തിന് അതിൻ്റെ പിന്നിലോട്ടുള്ള വലിയ ഒരു ഡെപ്ത് ഉണ്ട്. ഈ ഡെപ്ത് പ്രകാരം ആയുർവേദവും ഇതിൽ വരുന്ന തിയറികൾ ഒരിക്കലും മോഡേൺ തിയറിക്ക് എതിരല്ല എന്നുള്ളതാണ് അതിൻ്റെ ഇൻഡെപ്ത് സ്റ്റഡിയിൽ നമ്മൾ വളരെ ഡീപ്പായിട്ട് നമ്മളിത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന കേസുകളിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ അനുഭവം കൊണ്ടും ട്രീറ്റ്മെൻറ്റ് കൊണ്ടും മനസ്സിലാക്കിയിട്ടുള്ളത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ സ്ലൈഡിൽ ഒന്ന് നോക്കാം. അതിൽ നമ്മൾ കൊടുക്കുന്നത് സാധാരണ കോംപ്ലിമെൻ്ററി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആയുർവേദവും അലോപ്പതിയും ഒന്നിച്ചു പോകുന്ന ഒരു മെത്തേഡ്. കാരണം സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിന് ആയുർവേദ മെഡിസിൻസ്, പ്രൂവൺ ആയിട്ടുള്ള ആയുർവേദ മെഡിസിൻസ്, എവിഡൻസ് ബേസ്ഡ് എന്ന് പറയാം, നമ്മൾ കൊടുത്ത് പ്രൂവ് ചെയ്യപ്പെട്ട മരുന്നുകൾ കൊടുക്കുന്ന ഒരു ഇതാണ് കോംപ്ലിമെൻ്ററി ട്രീറ്റ്മെൻറ്റ്. രണ്ടാമത്തത് ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ്. മീൻസ് ഏതെങ്കിലും കാരണത്താൽ മോഡേൺ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ, കാരണം കണ്ടെത്താൻ വൈകി കഴിഞ്ഞാൽ പലപ്പോഴും സർജറിയോ കീമോതെറാപ്പിയോ റേഡിയേഷനോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്താറുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേത് കൊടുക്കാതെ, മോഡേൺ കൊടുക്കാതെ ആയുർവേദം മാത്രം കൊടുക്കുന്നൊരവസ്ഥ. മൂന്നാമത്തത് നമ്മൾ കംപ്ലീറ്റ് ക്യൂർ ആവാൻ വേണ്ടിയിട്ട് ചില ആളുകൾ മീൻസ് ആയുർവേദം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവർ തിരഞ്ഞെടുക്കുന്ന കംപ്ലീറ്റ് ക്യൂറിന് വേണ്ടിയിട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതെന്താന്ന് വെച്ചാൽ കുറച്ച് കീമോതെറാപ്പി, റേഡിയേഷൻ, സർജറി ഇതൊക്കെ ചെയ്തിട്ടും ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് മാറിയിട്ടില്ല, ഇനിയും അതിൻ്റെ ബാക്കി നിൽക്കുന്നുണ്ട്. അല്ല ഇപ്പോൾ ബ്രെയിൻ ട്യൂമറിലൊക്കെ ആണെങ്കിലും മാസ് കുറച്ചേ എടുത്തിട്ടുള്ളൂ, ബാക്കി നിൽക്കുന്നുണ്ട്, വളരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മോഡേൺ ഓങ്കോളജിസ്റ്റുകൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റാണ് ഈ ക്യൂറേറ്റീവ് ആസ്പെക്റ്റ്. അപ്പോൾ അതിൽ നമ്മൾ പല കേസുകളിലും ചെയ്യുകയും ചെയ്തിട്ട് പൂർണ്ണമായും മാറുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ അതായിരുന്നു. പിന്നെ ഇതൊന്നും അല്ലാത്ത ഒരു നെക്സ്റ്റ് സ്റ്റെപ്പാണ് പാലിയേറ്റീവ് കെയർ. ഈ പാലിയേറ്റീവ് കെയറിൽ വരുന്നവർക്ക് നമ്മൾ എന്തെങ്കിലും കാരണത്താൽ പലപ്പോഴും ക്യാൻസർ കണ്ടെത്താൻ വൈകിയതും പിന്നെ കണ്ടെത്തി കഴിഞ്ഞിട്ട് വീണ്ടും ട്രീറ്റ് ചെയ്തിട്ട് കീമോതെറാപ്പിയോ റേഡിയേഷനോ സർജറിയോ എല്ലാം ചെയ്തിട്ടും വീണ്ടും വരുന്ന ഒരു അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണ് പാലിയേറ്റീവ് കെയറിൽ പോകുന്നത്. പാലിയേറ്റീവ് കെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു പീസ്ഫുൾ ഡെത്താണ്. കാരണം നമ്മൾ പലപ്പോഴും പേഷ്യന്റിനോട് പറയും, അല്ലെങ്കിൽ പേഷ്യൻ്റ് പാർട്ടിയോടെങ്കിലും പറയും ഇനി രക്ഷയില്ലാന്ന്. പക്ഷെ ആ സമയത്തും അവർ ദുരിതങ്ങളിലേക്ക് പോകുന്നത് കുറക്കാൻ നല്ലൊരു ശതമാനം ആയുർവേദം കൊണ്ട് കഴിയും. അപ്പോൾ ഇവിടെ ഈ പാലിയേറ്റീവ് കെയർ അപ്രോച്ചിൽ നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് വളരെ എക്കണോമിക്കാണ്, ചെലവ് വളരെ കുറവാണ്, കൂടാതെ ക്ഷീണം കുറവായിരിക്കും, അവർക്ക് നല്ലൊരു വെൽബീയിങ് ഫീലിംഗ് ഉണ്ടാവും, വേദനകൾ കുറക്കാൻ പറ്റും. പിന്നെ കോൺസ്റ്റിപ്പേഷൻ, ഛർദി, കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ വയറ്റിൽ നിന്ന് പോവായിക, ചില ആളുകൾക്കാണെങ്കിൽ കൂടുതൽ വയറ്റിൽ നിന്ന് പോകുന്ന അവസ്ഥയായിരിക്കും, ഭക്ഷണത്തിന് രുചിയില്ലായ്മ, നടക്കാൻ വയ്യായിക, ക്ഷീണം, ഈ കാര്യങ്ങളൊക്കെ ആയുർവേദ ചികിത്സ കൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു ഇതിൽ ഈ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിൽ നമ്മളടുത്ത് എത്തുന്ന പേഷ്യൻസ് പലരും ബിഫോർ സർജറി വരുന്നവരുണ്ട്. ബിഫോർ സർജറി എന്ന് പറയുമ്പോൾ സർജറിക്ക് പേഷ്യൻറ്റിനെ സജ്ജാക്കാൻ വേണ്ടിയിട്ട്, കാരണം അവർക്ക് പിന്നെ സർജറി ചെയ്യണമെങ്കിൽ ചില കോമോബിഡിറ്റീസ്, മീൻസ് ഹാർട്ടിൻ്റെ അസുഖങ്ങളോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ സർജറി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബിഫോർ സർജറി വരും, അതല്ലെങ്കിൽ ആഫ്റ്റർ സർജറി
സർജറിക്ക് ശേഷം കീമോതെറാപ്പി ചെയ്യാനുള്ള ഹെൽത്ത് ഇല്ലെങ്കിൽ അവിടെ ആയുർവേദം നല്ലൊരു ചോയ്സാണ്. അപ്പം നമുക്ക് അവിടെയാണ് ഈ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിൻ്റെ പ്രാധാന്യം, ആയുർവേദം അലോപ്പതി ഒരുമിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് മോഡേൺ മെഡിസിനേക്കാളും എഫക്റ്റീവ് ആയിട്ട് തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ കീമോതെറാപ്പിക്ക് പേഷ്യൻറ്റിനെ സജ്ജാക്കാൻ വേണ്ടിയിട്ട് ബ്ലഡിലെ ഇൻക്ലൂഷൻസ് ഒക്കെ കൂട്ടാനൊക്കെയുള്ള മരുന്നുകൾ കൊടുക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് കീമോതെറാപ്പിയുടെ സൈഡ് എഫക്റ്റ് റേഡിയേഷൻ്റെ ഒക്കെ കുറക്കാനും അത്തരം ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മളിപ്പോഴും ഈ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ആയുർവേദ അലോപ്പതി കൂടെ ഒന്നിച്ച് കൊണ്ടുപോകണം. ഈ ഒരു അപ്രോച്ചിൽ പിന്നെ ലൈഫ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം ഒരു പേഷ്യൻറ്റിന് ക്യാൻസർ വന്ന് അവരെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ അവരെ ജോലിയിലേക്കും എല്ലാം അവരെ അയക്കാനും പിന്നെ അവരുടെ ഡേ ടു ഡേ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ചികിത്സകളാണ് ഇതിൽ അടുത്ത പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏരിയ. പിന്നെ ഫിസിക്കൽ, മെൻ്റൽ, സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു രോഗം വന്നു കഴിയുമ്പോൾ അവരുടെ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. ആ ഒരു രീതിയിൽ അവരെ മാറ്റാനും ഇതിനൊക്കെ നമുക്ക് ആയുർവേദം കൊണ്ട് കഴിയും. ഇതിലൊരു പറയാറുണ്ട്, നമ്മൾ രോഗീനെ സദ്ഗുണ സമ്പന്നനാക്കി മാറ്റുക എന്ന് വെച്ചാൽ അവരാകെ ടയേർഡായിരിക്കും, അവരുടെ മെൻ്റൽ സ്റ്റാറ്റസ്, സ്പിരിച്വൽ എനർജി എല്ലാം ലോ ഗ്രേഡിലായിരിക്കും. അതിന് നമ്മൾ ഈ കൊടുക്കുന്ന മരുന്ന് കൊണ്ടും കൗൺസിലിംഗ് കൊണ്ടും യോഗ തെറാപ്പീസ് കൊണ്ടും അവർക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ഇത്രയും കാലങ്ങളായിട്ട് ചെയ്തു വരുന്നത്. ഇതിൽ നമ്മൾ എന്താണ് നമ്മൾ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ എവിഡൻസ് ബേസ്ഡ് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ആയുർവേദ, യോഗ, അതുപോലെ ട്രഡീഷണൽ മെഡിസിൻസ്, മർമ്മ തെറാപ്പി, ഇവയൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ എവിഡൻസ് ബേസ്ഡ് ആയുർവേദ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് 2500 വർഷം മുമ്പ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ക്യാൻസറിനെ പറ്റിയിട്ടുള്ള വിശദമായ പിന്നെ പഠനങ്ങളും അതിനനുസരിച്ച് ആ പഠനങ്ങളുടെ ബേസ് ചെയ്തിട്ടുള്ള മരുന്നുകളും ഉണ്ട്. ഈ മരുന്നുകളിൽ എവിഡൻസ് വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ യോഗ തെറാപ്പികൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും ബ്രീത്തിങ് ടെക്നിക്സും പിന്നെ ഒരു സൈലൻസ്, പേഷ്യൻ്റ് ഒരു ഇന്നർ സൈലൻസ് കൊടുക്കുന്ന രീതിയിൽ അവർക്ക് നല്ല സ്വസ്ഥതയും സമാധാനം കൊടുക്കാവുന്ന ട്രീറ്റ്മെൻറ്റുകളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ മർമ്മ തെറാപ്പിയും ട്രഡീഷണൽ മെഡിസിൻ എന്ന് പറയുമ്പോൾ ഞാനൊരു പാരമ്പര്യ കുടുംബത്തിൽ നിന്നുള്ളതാണ്, പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷണലി ക്വാളിഫൈഡ് ആണ്. അതുകൊണ്ട് അത്തരം ചില മെത്തേഡുകൾ അത് നമ്മൾ ഫാമിലിയിൽ നമ്മൾ പൂർവികരായിട്ട് ചെയ്തു വന്നിരുന്നതിൽ ഏറ്റവും ബെറ്റർ ട്രീറ്റ്മെൻറ്റ് നോക്കിയിട്ട് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് നമ്മളിവിടെ അവലംബിക്കുന്നത്. പിന്നെ ഇനി ക്യാൻസറിൻ്റെ എന്താണ് കാരണം എന്ന് നോക്കുമ്പോൾ അതിന് 3 തലങ്ങളുണ്ട്. ഒന്ന് ഫിസിക്കൽ കോസ്, മെൻ്റൽ കോസ് ആൻഡ് സ്പിരിച്വൽ കോസ് ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ കോസാണ് നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആദ്യം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ആയുർവേദത്തിലാണെങ്കിൽ കോശങ്ങൾ, പലതരം കോശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അന്നമയ കോശം എന്ന് പറയും, അതാണ് ഫിസിക്കൽ കോസിൽ ആദ്യം നമ്മൾ നോക്കുന്നത്. നമ്മൾ സാധാരണ നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന സെല്ലുകളും ആ സെല്ലുകളുടെ മെറ്റബോളിസത്തിലും വരുന്ന മാറ്റങ്ങൾ, ജെനറ്റിക് ചേഞ്ചസ്, പിന്നെ എൻവിറോൺമെൻറ്റൽ ചേഞ്ചസ്. എൻവിറോൺമെൻറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ കാർസിനോജനിക്, ക്യാൻസറിന് കാരണമായിട്ടുള്ള പുറമേ നിന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ നമ്മളെ ഇൻറ്റേർണൽ എൻവിറോൺമെൻ്റ് ഉണ്ട്. നമ്മളെ ഭക്ഷണം, പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ക്യാൻസറസ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാവുക, പിന്നെ അതല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ കയറി കൂടുന്ന വിഷാംശങ്ങൾ പിന്നെ അവിടുന്ന് സമയാസമയങ്ങളിൽ കളയാൻ പറ്റാതിരിക്കുക, ഈ കാര്യങ്ങളെല്ലാം ഫിസിക്കൽ കോസിലാണ് വരുന്നത്. അപ്പോൾ ഇതിലൊരു സെല്ലുലാർ ലെവലിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സെല്ലിൻ്റെ ഫങ്ഷനിൽ വരുന്ന ഡിഫറൻസ് ആണ്. അത് എന്തുകൊണ്ടാണ് ആ ഫങ്ഷനിൽ ഡിഫറൻസ് വരുന്നത്? സെല്ലിൻ്റെ രൂപമാറ്റം. ഈ രൂപമാറ്റം എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് നല്ലൊരു ഐഡിയ ആയുർവേദത്തിൽ ഉണ്ടെന്നാണ് ആയുർവേദം ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും അതിനുള്ള മരുന്നുകളും കൊടുക്കാവുന്നത്. പിന്നെയുള്ള കാരണങ്ങളിൽ വേറൊന്ന് മെൻ്റൽ കോസാണ്. മെൻ്റൽ കോസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇമോഷൻസും നമ്മളുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം ക്യാൻസറിന് നല്ലൊരു കാരണമാണ്. അത് പ്രൂഫ് വെച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പഠനങ്ങൾ, മോഡേൺ ഇയറയിലുള്ള ഒരുപാട് പഠനങ്ങളും ഇതുപോലെ തന്നെ ഏൻഷ്യൻ ടൈമിൽ നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്ന രീതിയിലുള്ള പഠനങ്ങളിലും മെൻ്റൽ കോസ് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ആ ഇതിൽ നമ്മൾ ആയുർവേദത്തിൽ പറയുമ്പോൾ പ്രജ്ഞാപരാധം എന്ന് പറയും. പ്രജ്ഞാപരാധം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും നമ്മളുടെ മീൻസ് ഇന്റേണൽ പ്രവൃത്തികൾ കൊണ്ടും ചെയ്യുന്ന അപരാധങ്ങളാണ്. അപ്പം ഈ അപരാധങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ഇതിൽ നിന്ന് മാറി നിൽക്കാനും ഉള്ള പല മെത്തേഡ്സും
ഈ ആയുർവേദ ചികിത്സയിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ ഇന്റലക്ച്വൽ ബ്ലാസ്ഫെമി എന്ന് പറയും, ഒറ്റ വാക്കിൽ പറയുമ്പോൾ ആ ഒരു വേർഡ് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് നമ്മളെ ബുദ്ധി കൊണ്ടും നമ്മളെ ജ്ഞാനേന്ദ്രിയങ്ങൾ മീൻസ് പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടും ചെയ്യുന്ന അപരാധങ്ങളാണ്. അപ്പോൾ അതിന് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, തൊലി എന്നൊക്കെ പറയുന്ന അവയവങ്ങളെ കൂടുതൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ യൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ വായുടെ പഞ്ചേന്ദ്രിയങ്ങളൊന്നാണ് നാക്ക്. ഈ നാക്കിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ രുചി നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുക, രുചിയുള്ളത് കൂടുതൽ കഴിക്കുക. ഇതൊക്കെയാണ് ഈ പ്രജ്ഞാപരാധം എന്നുള്ള കോസിൽ. അതൊരു മെൻ്റൽ കാരണമായിട്ടാണ് അവിടെ എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു മാനസികാവസ്ഥയാണ് ഈ സാധനം നല്ലതല്ല എന്ന് അറിഞ്ഞാലും അത് കഴിക്കാനുള്ളൊരു ടെൻഡൻസി. അപ്പോൾ ഫുഡിൻ്റെത് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. പിന്നെ വേറൊന്ന് സ്പിരിച്വൽ കോസ് ആണ്. സ്പിരിച്വൽ കോസ് എന്ന് പറയുമ്പോൾ ലാക്ക് ഓഫ് അവയർനെസ് ആണ്. നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ്, നമ്മളെന്താണ്, മനുഷ്യൻ എന്താണ്, മനുഷ്യന്റെ ജീവൻ എന്താണ്, ആത്മാവ് എന്താണ്, ഇതിലൊക്കെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ രീതിയിലും, അതല്ലെങ്കിൽ നമുക്ക് മോഡേൺ ഏറയിൽ ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഇഡിയോപ്പതിക് റീസൺ എന്ന് പറയും, കാരണം അറിയില്ല. ഈ കാരണം അറിയില്ല എന്ന് പറയുന്നതിനെയാണ് നമ്മളിവിടെ സ്പിരിച്വൽ കോസിന്റെ കൂട്ടത്തിൽ ചേർത്തിട്ടുള്ളത്. ഇത് അതിൻ്റെതായ ഒരു ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പേഷ്യൻസിന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും പിന്നെ അതിൽ നിന്ന് മാറി നിൽക്കാനും കഴിയുന്നത് വഴി ക്യാൻസർ വരുന്നത് തടയാൻ പറ്റും. ഫിസിക്കൽ കോസിൽ ക്യാൻസർ വരുന്നത് തടയാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം ഈ ക്യാൻസറിന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ള രീതിയിലുള്ള പഞ്ചകർമ്മ ചികിത്സകളാണ്. അപ്പം ഇതാണ് ഈ കാരണങ്ങളെ കുറിച്ച് പറയാനുള്ളത്. കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈറ്റിയോളജി ഫാക്ടറിൽ വരുന്നത്. ഇനി അടുത്തത് സൈക്കോസൊമാറ്റിക് ആൻഡ് സോഷ്യൽ പ്ലെയിൻ ഉണ്ട്. ഇതിൽ നമ്മൾ എന്താ വെച്ചാൽ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഫിയറാണ്, പേടിയാണ് ഇതിൽ ഏറ്റവും. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ ഈ സ്ലൈഡിൽ ഫിയർ ഫാക്ടർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. കാരണം നമ്മളൊരാൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും കാരണത്തിൽ നമ്മൾ പോയിട്ട് ആയിരിക്കും ക്യാൻസർ ആണെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഡോക്ടറെ അടുത്ത് പോവുക. ഏതെങ്കിലും വേദനയോ ഏതെങ്കിലും ഡിസ്കംഫർട്ടിന് വേണ്ടി പോയി കഴിഞ്ഞാൽ ക്യാൻസർ ആണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ പേഷ്യൻറ്റിന് ആദ്യം വരുന്നത് പേടിയാണ്. അപ്പം ഇവിടെ ഈ പേടി എന്നുള്ള ഫാക്ടർ തന്നെയാണ് ക്യാൻസറിനേക്കാളും വലുത്. എന്താണ് ഈ പേടിക്ക് കാരണം? ക്യാൻസർ ലൈഫ് ത്രെട്ടനിങ് ആണെന്നുള്ളതാണ് ഒരു കാരണം. അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നതും അല്ലെങ്കിൽ അതോടൊപ്പം പ്രാധാന്യമുള്ളതാണ് ട്രീറ്റ്മെന്റ് ട്രാജഡി. കാരണം എല്ലാവർക്കും അറിയാം ക്യാൻസർ ആണെങ്കിൽ സർജറി വേണം, കീമോതെറാപ്പി വേണം, റേഡിയേഷൻ വേണം. ഇതിനെ എങ്ങനെ മറികടക്കും, ഇതുകൊണ്ടുള്ള സൈഡ് എഫക്ട്സ്, ഇത് നമ്മുടെ സമൂഹത്തിൽ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം അതും ഈ പേടിയെ അതുകൊണ്ടൊക്കെ വരുന്നത് ഫിയർ എന്ന് പറഞ്ഞ ഫാക്ടർ തന്നെയാണ്. പിന്നെ അടുത്തതൊന്നാണ് എക്കണോമിക് ബർഡൻ. കാരണം ക്യാൻസർ മെഡിസിനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്, വളരെ ചെലവ് കൂടിയതും. ഇപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരു ക്യാൻസർ വന്നാൽ എന്തും ചെയ്ത് വിറ്റ് പെറുക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ള ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ ആളെ രക്ഷിക്കാൻ കഴിയാതെ ജീവനും പോയി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുമോ എന്നുള്ള ഭയം, അതാണ് അവിടുത്തെ എക്കണോമിക് ബേർഡൻ. പിന്നെ ഉള്ളത് സോഷ്യൽ സ്റ്റിഗ്മ. ഇതാണ് എൻ്റെ ഈ വീഡിയോ വഴി ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യം. കാരണം സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറയുമ്പോൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ ഉടനെ പല അഭിപ്രായങ്ങളാണ്. അത് എപ്പോഴും ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് വരുന്ന ആളുകൾ ജെനറ്റിക്കലി വരുന്ന ക്യാൻസേഴ്സിലുള്ള പേഷ്യൻസാണ്. നല്ലൊരു ശതമാനം ആളുകൾ. കാരണം എന്താ വെച്ചാൽ അവർക്കറിയാം അവരുടെ ഫാമിലിയിൽ ഓരോ വ്യക്തിക്കും ക്യാൻസർ വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ. ഇതിൽ ഡിസിഷൻ മേക്കേഴ്സ് പറഞ്ഞിട്ട് കുറേ ആളുകളുണ്ട്. അവർക്ക് കാര്യമായിട്ടൊരു വിവരം ഉണ്ടാവില്ല. എന്നാൽ അവർ ആ ചികിത്സ ചെയ്യേണ്ട, ഈ ചികിത്സ ചെയ്താൽ മതി, വേറൊരാൾക്ക് ഒന്ന് വന്നിട്ടുണ്ട്, ഇപ്പുറത്ത് വേറൊരാൾക്ക് വന്നു, എന്നിട്ട് അത് ചെയ്തപ്പോൾ മാറി, ഇന്നയാൾക്ക് ഇന്നത്തെ ചെയ്തിട്ട് മാറിയില്ല. ഇതിനൊന്നും യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനം ഇല്ലാണ്ട് ഇവർ ഇത്തരം സന്ദർഭങ്ങളിൽ പെട്ട് ഉഴലുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം ഇതിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല അറിവും വിവരമുള്ള ആളുകളിൽ നിന്ന് മാത്രം ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ രോഗം എന്താണെന്ന്. അത് പലപ്പോഴും കോർപ്പറേറ്റ് മേഖലയിലുള്ള ഹോസ്പിറ്റൽസ് ഒന്നും ആയിരിക്കില്ല. മനുഷ്യരെ സ്നേഹിക്കുന്ന, അവരുടെ വേദനകൾ അറിയുന്ന നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, അതല്ലെങ്കിൽ റിസർച്ച് ഫീൽഡിലുള്ള ആളുകൾക്കാണ് ഇതിനെക്കുറിച്ച് സത്യസന്ധമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ഈ ഒരു ഇപ്പോൾ എല്ലാ മേഖലയും പോലെ ക്യാൻസറും ട്രീറ്റ്മെൻറ്റും എന്തുമാത്രം
പിന്നെ കൊമേഴ്ഷ്യലൈസ് ചെയ്തതെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ മനുഷ്യന്റെ മുന്നിൽ ദൈവം പോലെ പ്രത്യക്ഷപ്പെടുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അവര് അതിന്റെ റിസർച്ചേഴ്സ് ആയിരിക്കും മിക്കവാറും. അത്തരം ആളുകളിൽ അത് ഏത് മേഖലയിലുള്ള ക്യാൻസറാണ് അതിന്റെ വ്യക്തമായ ധാരണകൾ. ഇപ്പോൾ സാധാരണ നിലയ്ക്ക് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഞാനൊരു ആയുർവേദ ഡോക്ടറായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, റിസർച്ചിലും ഉള്ള ഒരാളായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും അതിന്റെ എല്ലാ ആസ്പെക്ട്സും. പക്ഷെ എല്ലാ ആസ്പെക്ട്സും അറിയാതെ, ആയുർവേദം എന്താണെന്ന് അറിയാത്തവര് ആയുർവേദത്തെ പറ്റി പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. ഇത്തരം ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഞാൻ ചെയ്യാറുള്ളത്, പലപ്പോഴും വിചാരിക്കാറുണ്ട് ഈ സോഷ്യൽ സ്റ്റിഗ്മ മാറ്റി കൊടുക്കുന്നത് തന്നെ വലിയൊരു സർവീസാണെന്ന്. അപ്പൊ എൻ്റെ അടുത്ത് വരുന്ന എല്ലാ പേഷ്യൻസിനെയും ഞാൻ തന്നെ ട്രീറ്റ് ചെയ്യണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഓരോ പേഷ്യന്റിനും എന്താണ് വേണ്ടതെന്നുള്ള രീതിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന അവസ്ഥ കൂടി ഈ ഫിയർ ഫാക്ടറിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. അത്തരം ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ ഇൻ്റഗ്രേറ്റഡ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി റോൾ ഓഫ് യോഗ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ യോഗയുടെ റോൾ എന്താണ്? യോഗയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ. അത് പെയിൻ മാനേജ്മെൻറ്റിൽ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, നോൺ സ്പെസിഫിക് ആയിട്ടും അൺകൺട്രോൾഡ് പെയിനും ഉണ്ട്. അതെന്ന് വെച്ചാൽ ക്യാൻസർ ആണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം വരുന്നൊരു പെയിനാണത്. ഇന്നലെ വരെ നമ്മൾ സ്കാനിങ്ങോ അല്ലെങ്കിൽ ബ്ലഡ് റിപ്പോർട്ടോ കിട്ടുന്ന വരെ ഉള്ളതിനേക്കാളും പേഷ്യൻ്റ് പെയിൻ കൂടും. പലപ്പോഴും പേഷ്യൻസ് വന്ന് പറയാറുണ്ട്, ബയോപ്സി ചെയ്തതിനു ശേഷം പെയിൻ കൂടി, ഇനി ബയോപ്സി ചെയ്യണോ ഡോക്ടറേന്ന്, വേറെ ഏതെങ്കിലും അനുഭവം വെച്ചിട്ട്. അപ്പോഴൊക്കെ അത് ബയോപ്സി ചെയ്തുകൊണ്ടല്ല പെയിൻ കൂടുന്നത്, അവരുടെ ആ പെയിൻ എവിടെയാണെന്ന് എന്താണെന്ന് അറിയാത്തൊരു പെയിനും അതുപോലത്തെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള പെയിനും ശരിക്കും യോഗ കൊണ്ട് മാറ്റാൻ പറ്റുന്നതാണ്. റീസണബിൾ ആയിട്ട് നമ്മളിപ്പോൾ ക്യാൻസറിൽ പലപ്പോഴും പെയിൻ വരുന്നത് ഈ കംപ്രഷൻ കൊണ്ടും പിന്നെ അവിടെ മുറിവ് ഇങ്ങനത്തെ ഒക്കെ വരുമ്പോഴാണ്. അതല്ലാതുള്ള ഒരു തരം പെയിനുകൾ പേഷ്യൻ്റ് അനുഭവിക്കുന്നുണ്ട്. അത് യോഗ കൊണ്ട് നല്ലൊരു ശതമാനം മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണമാണ്. ആ ക്ഷീണം നമ്മളെല്ലാ സ്റ്റേജിലും വരും. കീമോതെറാപ്പി, റേഡിയേഷൻ ഇതിൻ്റെ ഫലമായിട്ടും വരും, അല്ലാതെയും വരും. പിന്നെ ഡിപ്രഷൻ, ആങ്ഷ്യസ്നെസ്, പിന്നെ ഉറക്കമില്ലായ്മ, അതുപോലെ കോൺഫിഡൻസ് കുറയും, ഇനി എൻ്റെ ജീവിതം പോയി എന്നുള്ളൊരു തോന്നൽ, പിന്നെ ദേഷ്യം, അകാരണമായ പേടി, പിന്നെ ഇനി എനിക്ക് ഒരു ഹോപ്പ്ലെസ്നെസ്, എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു വിചാരം, പിന്നെ എന്നെ കൊണ്ടൊരു കാര്യമില്ല, ഞാനെന്തിനാ ജീവിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു റെമഡിയാണ് യോഗ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും യോഗ ആസനങ്ങളല്ല. യോഗയിൽ ഒരുപാട് ഫിലോസഫി ഉണ്ട്, അതിനൊരു സ്പിരിച്വൽ ആസ്പെക്ട്സ് ഉണ്ട്. ഇത് പേഷ്യൻറ്റിന് വ്യക്തമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവരുടെ ജീവിതം ഇന്നുള്ള ദുരിതത്തിൻ്റെ ഒരു 90% മാറിക്കിട്ടും. ബാക്കി 10% നമ്മൾ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിൽ സർജറി, കീമോതെറാപ്പി, റേഡിയേഷനും ആവശ്യം ആയി വരുന്നുള്ളൂ. പിന്നെ ഇത് എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ മെത്തേഡ് ഓഫ് യോഗ എങ്ങനെയാണ് നമ്മൾ പേഷ്യൻസിന് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതിൽ ഓരോ പേഷ്യൻറ്റും ഡിഫറെൻ്റ് ആണ്. അവരുടെ പ്രകൃതി വ്യത്യാസമുണ്ട്, അവരുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസമുണ്ട്, അവരുടെ ശരീരത്തിൻ്റെ രൂപം എല്ലാം വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസങ്ങളെ കൊണ്ട് അപ്പം നമ്മൾ പേഴ്സണലൈസ് ആയിട്ടുള്ള ഒരു യോഗ പ്രോട്ടോക്കോൾ ഇവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ അവരെ അവെയർനെസ്സാണ്, നമുക്ക് എന്താണ്, നിങ്ങൾ ആരാണ്, എന്താണ് നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സെന്താണ്, നിങ്ങളുടെ ആത്മാവ് എന്താണ് നിങ്ങളുടെ ജീവൻ. ഇനി ആത്മാവിൽ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ജീവനുണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലോ. എന്താണ് ഈ ജീവൻ, ഇതിൻ്റെ മുമ്പ് എന്തായിരുന്നു, അതിന് ശേഷം എന്തായിരുന്നു, ഈ അവെയർനെസ് നമ്മൾ കൊടുക്കുക. അൺഅവെയർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും, അവർക്ക് ഈ അവെയർനെസ് കൊടുക്കാൻ പറ്റും. ഇനി ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റാത്തൊരു വിഭാഗമുണ്ട്, അവർ അൺഅവെയർ ആണെങ്കിൽ പോലും നമുക്ക് വേറെ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ അവർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട്, അവരുടെ അനുഭവം കൊണ്ട് അവർക്ക് പിന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത് ഓരോ ആളുകളും പലപ്പോഴും കൂടുതൽ ആളുകളും വിശ്വാസികളാണ്. ഈ വിശ്വാസികളുടെ കൂട്ടത്തിൽ പല റിലീജിയനിൽ വിശ്വസിക്കുന്നത്, പല രീതിയിൽ വിശ്വസിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ യോഗ പ്രോട്ടോക്കോള് അവർ അറിഞ്ഞോ അറിയാതെയോ അവരിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് നമ്മളൊരു ബ്രീത്തിങ് ടെക്നിക്കോ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവർക്ക് മനസ്സിലാവുകയും അതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടുമ്പോൾ അവരത് മനസ്സിലാക്കി ഫിയർ കുറയ്ക്കുകയും ചെയ്യുന്നത് വഴി തന്നെ ക്യാൻസറിന് നല്ലൊരു ശതമാനം അതിൻ്റെ പെയിനും ദുരിതങ്ങളും കുറക്കാൻ കഴിയും. പിന്നെ അടുത്ത് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതെന്ന് വെച്ചാൽ പ്രിവെൻഷൻ ബൈ ആചാര രസായനം എന്ന് പറയും. ആചാര രസായനം എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിനെ മെൻ്റലി ഗുഡ് ക്വാളിറ്റി ഉള്ള ഒരാളാക്കി മാറ്റുക. അതിൽ കൊടുക്കുന്നത് ട്രൂത്ത്ഫുൾനെസ്. അത് പല തലങ്ങളുണ്ട്. നമ്മളിത് പറയുമ്പോൾ ഞാനും സത്യസന്ധനാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമെങ്കിലും ഇതിൽ മൈന്യൂട്ടായിട്ടുള്ള വളരെ
വലിയ വലിയ പോയിന്റ്സ് ഉണ്ട്. അപ്പം അത് വളരെ ചെറിയ കാര്യമാണെന്ന് തോന്നുന്ന ഇത്തരം കാര്യങ്ങൾ പോലും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവരുടെ പേടി കുറയും, അവരെ ട്രൂത്ത്ഫുൾ ആക്കുക. ഫ്രീ ഫ്രം ആങ്കർ, ദേഷ്യം നല്ലൊരു കോസാണിതിൽ. കാരണം അവരുടെ ആ നിസ്സഹായാവസ്ഥയിൽ നിന്ന് പലപ്പോഴും ദേഷ്യം കൂടും. പിന്നെ സോഷ്യൽ കോണ്ടാക്ട്സ് എങ്ങനെ വേണം, അതിപ്പോൾ ഫാമിലിനോടായാലും ബാക്കിയുള്ളവരോടൊക്കെ ആയാലും എങ്ങനെ വേണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ സെൽഫ് ഡിസിപ്ലിൻ, അവരുടെ ഓരോ പേഴ്സൻ്റെ ഉറക്കം, ഭക്ഷണം, ഈ രീതിയിലുള്ള പേഴ്സണൽ ഹെൽത്ത് എങ്ങനെ കൊണ്ട് നടക്കുക എന്നുള്ളത് റെഗുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്സും ഇത് എല്ലാം ഉണ്ട്. ഇതിനെല്ലാം ചേർത്തിട്ട് ആയുർവേദത്തിൽ പറയുന്ന ഒരു പേരാണ് ആചാര രസായനം, അല്ലെങ്കിൽ സദ്വൃത്തം എന്ന് പറയും. എന്നുവെച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചീത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നത് നമ്മളെ ബോഡീനെ റീജുവനേറ്റ് ചെയ്യും. അപ്പം ഇങ്ങനെ റീജുവനേഷൻ വരുന്നത് വഴി നമ്മുടെ ഇമ്മ്യൂണിറ്റി സെല്ലുകൾ കൂടുതൽ ആക്റ്റീവ് ആവുകയും അതുവഴി ക്യാൻസർ സെല്ലുകളെ തുരത്താനും സഹായിക്കും. ഈ ഒരു മെത്തേഡാണ് നമ്മൾ മൊത്തത്തിൽ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറഞ്ഞ രീതിയിൽ എടുക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ആയുർവേദവും മോഡേണും ഏറ്റവും പോസ്റ്റ് മോഡേൺ തിയറീസ്, പല പോസ്റ്റ് മോഡേൺ തിയറീസ് പറയുമ്പോൾ പല റിസർച്ചിൻ്റെ തിയറീസും നമ്മൾ പേപ്പറുകളിൽ എടുക്കുകയല്ലാണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ധൈര്യം വേണം, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം ഒരു പ്രോട്ടോക്കോളിൻ്റെ ഉള്ളിൽ മാത്രം പോകുമ്പോൾ അത് ചെയ്യില്ല. ആ ഡോക്ടർ ആ മരുന്ന് കൊടുത്തു, ഈ ഡോക്ടർ മരുന്ന് കൊടുത്തു, ഇതാണ് പ്രോട്ടോകോൾ, ഇത് മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ട് ഓരോ ക്യാൻസർ പേഷ്യൻറ്റിനും ഓരോ രീതിയിലുള്ളത് കൊടുക്കുമ്പോഴാണ് ഈ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് പൂർണ്ണമാവുള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. എന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കാറുണ്ട് ആയുർവേദവും അലോപ്പതിയും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ, ഫിസിയോളജി, ബോഡി ഫിസിയോളജി അല്ലെങ്കിൽ ശരീരം വർക്ക് ചെയ്യുന്ന രീതി ആയുർവേദം ചെയ്താലും അലോപ്പതി ചെയ്താലും ഒരുപോലെ തന്നെയാണ്. പക്ഷെ അത് അറിഞ്ഞ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ട് ട്രീറ്റ്മെൻറ്റും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനും, ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രം സ്വീകരിക്കുന്നതിനേക്കാളും 100 ഇരട്ടി എഫക്റ്റീവാണെന്ന് അനുഭവം കൊണ്ട് എനിക്ക് പറയാൻ പറ്റും. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തിൽ എന്തെങ്കിലും കുറച്ചൊരു തെളിവുകൾക്ക് വേണ്ടിയിട്ട് ചില ബിഫോർ ട്രീറ്റ്മെൻറ്റും ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റുമായിട്ടുള്ള ചില സ്ലൈഡുകൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അപ്പം ഇതിൽ കാണിച്ചിരിക്കുന്നതിൽ ഒന്ന് സെർവിക്സ് ക്യാൻസറാണ്, CA സെർവിക്സ്. ഇതിവർ വളരെ ഓൾഡ് ഏജിലുള്ള ഒരു പേഷ്യൻ്റാണ്. ഇവർ വരുമ്പോൾ CA 125 എന്ന് പറഞ്ഞ ഫാക്ടർ 199 ആയിരുന്നു അവരുടെ. 6 മാസം കൊണ്ട് അവരെ ട്രീറ്റ് ചെയ്ത് മാറ്റിയപ്പോൾ അവരുടെ വന്നത് 19ആണ്. ഇത് ഈ ട്യൂമർ മാർക്കറാണ്. അപ്പോൾ ഈ സെർവിക്സിൻ്റെ എന്ന് പറയുമ്പോൾ ഗർഭാത്രത്തിൻ്റെ അറ്റത്തുള്ള ഒരു ഭാഗമാണത്. അവിടെ വരുന്ന ആ ക്യാൻസർ പൂർണ്ണമായി മാറി എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അത് 35 ആണ് അതിൻ്റെ നോർമൽ റേഞ്ച്. പക്ഷേ നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് ശേഷം 19 കുറഞ്ഞ ഒരു റിപ്പോർട്ട് ഞാനിതിൽ ഒരു വിശ്വാസ്യതയ്ക്ക് വേണ്ടി വെച്ചതാണ്. അതിന് എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണമല്ലോ, അല്ലാതെ നമ്മൾ ഹോം റെമഡി അവിടെ ആയുർവേദം ഇവിടെ ആയുർവേദം എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലൈഡ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് വേറൊന്നാണ്. ഇതൊരു ബ്രെയിനിൽ ട്യൂമറും സിസ്റ്റും വന്ന ഒരു കേസാണ്. വളരെ പഴയ കേസാണ്. എല്ലാ റിപ്പോർട്ട്സും കാണിക്കുന്നത് റിലവൻ്റ് അല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ചിലത് വെച്ചിരിക്കുകയാണ്. ഇതിലും ഈ രണ്ടെണ്ണത്തിലെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. സെയിം പേഷ്യൻ്റ് തന്നെയാണ് ഇതും. അതിൽ ട്യൂമർ മാറുകയും സിസ്റ്റ് മാറുകയും ചെയ്തിട്ട് ബാക്കി ഒരു ഹൈപ്പർപ്ലേസിയ എന്നുള്ള രീതിയിൽ മാത്രം റിസൾട്ട് വരികയും അവരുടെ എല്ലാ സിംറ്റംസും മാറിയിരുന്നു. ഈ കേസിൽ എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് കണ്ണ് കാണാതെയും ഭയങ്കര സിവിയർ തലവേദനയായിട്ടുമാണ് ഉണ്ടായിരുന്നത്. അവരുടെ മാറിക്കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണ്. ഇത്രയും വരെയാണ് അവർക്ക് മാറ്റം വന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ 16 വർഷമായി അവർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇരിക്കുകയാണ്. അത് ബ്രെയിൻ ട്യൂമർ കാറ്റഗറിയിൽ തന്നെയാണ് വരിക. മൈക്രോ അഡിനോമ പ്ലസ് സിസ്റ്റ് ആയിരുന്നു. പക്ഷേ ലക്ഷണങ്ങൾ ഭയങ്കര സിവിയർ ലക്ഷണങ്ങൾ കാണിച്ചതാണ്. കീമോതെറാപ്പി, സർജറിയോ റേഡിയേഷനോ ചെയ്യാത്തൊരു കേസാണിത്. ഇനി അടുത്തത് ഇതുപോലെ തന്നെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. ഇത് നമുക്ക് കംപ്ലീറ്റ് ക്യൂർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും 2 ആഴ്ച കൊണ്ട് വന്ന ഒരു വ്യത്യാസമാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം 4.5 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന ഒരു ബ്രസ്റ്റിലെ മുഴ 2 ആഴ്ച കൊണ്ടാണ് 3.6 ആയിട്ട് ചുരുങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ പേഷ്യൻറ്റിന് ഇപ്പോൾ നമ്മൾ ഇത്തരം പേഷ്യൻ്റ് വരുമ്പോൾ പലപ്പോഴും മോഡേൺ മെഡിസിനിൽ പറയുക നമുക്കൊരു നിയോ അഡ്ജുവൻ കീമോ എന്ന് പറഞ്ഞിട്ട് സർജറിക്ക് മുമ്പ് ഒരു കീമോതെറാപ്പി കൊടുക്കണം എന്നാണ്. അത് കൊടുക്കാതെ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ ഇത്രയും കുറഞ്ഞു. ഇനി അടുത്ത ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്ത് ചെയ്യണം. പക്ഷേ അത് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ലൈഡ് വെച്ചതാണ്. ഇനി ഇതിൽ കാണിച്ച് പോയിട്ടുള്ളത് കുറേ ഞാനിവിടെ ട്രീറ്റ് ചെയ്ത കേസുകളുടെ റിസൾട്ടുകളാണ്. ഇതിൽ ഞാൻ ഇവിടെ ക്യൂർ റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2+, 4+ ഒക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ട്രീറ്റ് ചെയ്ത സമയവും ഡിസീസും
കാലഘട്ടമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് എന്നുള്ള രീതിയിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് കിട്ടിയുള്ള റിസൾട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്ത കേസുകളുടെ എണ്ണം കുറവാണെങ്കിലും ചില മീൻസ് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു കേസാണല്ലോ. എൻ്റെ ഫാദറുള്ള കാലത്ത് ഫാദർ ഞാനും കൂടിയാണ് ചെയ്തിരുന്നത്. ഫാദർ ആയുർവേദ ഡോക്ടറായിരുന്നു. കുഞ്ഞാലംകുരുക്കൾ, ചങ്ങമ്പള്ളി കുഞ്ഞാലംകുരുക്കൾ എന്ന് പറയുന്ന ഡോക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാനും കൂടി തുടക്കം ചെയ്തു, പിന്നീട് ഞാൻ എന്നെ ബാക്കി ചെയ്തിരുന്നത്. ആ കേസുകളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടിൻ്റെ ഡാറ്റയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് 42% കംപ്ലീറ്റ് ക്യൂർ ആയിട്ടും 29% സിംറ്റംസ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻസിൽ കാര്യമായിട്ട് ചേഞ്ചസ് ഇല്ല, പക്ഷേ സിംറ്റംസ് കുറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമാണല്ലോ, പേഷ്യൻ്റ് സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് എന്നില്ല. പിന്നെ മറ്റതൊന്ന് സിംറ്റംസ് കുറഞ്ഞിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ ഒരു ചേഞ്ചും ഇല്ലാത്തത്. പിന്നെ സിംറ്റംസ് നല്ലോണം കുറഞ്ഞത് 8%. 1% പേഷ്യൻ്റാണ് സ്ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് മാത്രം കാണിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്, 1% പേഷ്യൻസിന് മാത്രമേ സ്ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഉള്ളൂ എന്ന് പറയുന്നത്. ഞാൻ അത്രയും സെലക്ട് ചെയ്തിട്ടാണ് പേഷ്യൻസിനെ എടുക്കുക. കാരണം എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നവരെ എടുക്കുകയുള്ളൂ. കാരണം അല്ലാതെ കുറേ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, കുറേ മാനസികമായിട്ടും അതെല്ലാം എക്കണോമിക് ബേർഡനും അവർക്ക് ഉണ്ടാക്കിയിട്ട് ഒരു മാറ്റം ഇല്ല എന്ന് പറഞ്ഞു വിടണ്ടെന്ന് വിചാരിച്ചിട്ട് പേഷ്യൻസിനെ അത്രയും സെലക്ട് ചെയ്ത് എടുക്കുന്നതുകൊണ്ടാണ് 1% മാത്രം സ്ലൈറ്റ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് ഉള്ള ഒരു കാറ്റഗറിയിൽ വന്നിട്ടുള്ളത്. ഇതാണ് ക്വാളിറ്റി ഓഫ് ലൈഫിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്. ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ ഇവർ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് നിർത്തി കഴിഞ്ഞതിന് ശേഷം അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന 32%, 20% ഗുഡ് റിസൾട്ടും 15% ഇമ്പ്രൂവ്ഡും 28% സ്റ്റേബിളായിട്ടും പോകുന്ന ഒരു കാറ്റഗറൈസേഷനാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിൽ കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനുള്ളത്, യോഗ അതുപോലെ ആയുർവേദ ഒന്നിച്ച് നമ്മൾ മോഡേൺ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ, പാലിയേറ്റീവ് കെയർ, അതല്ലാതെ ബാക്കി ഏതൊക്കെ മെത്തേഡ് ഉണ്ട് അതിൻ്റെ കൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ, ഒരു റിസൾട്ട് ഇതായിരിക്കും. സിംറ്റമാറ്റിക് റിലീഫ് എല്ലായ്പ്പോഴും കിട്ടുന്നുണ്ട്. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സിൽ മാറ്റങ്ങൾ വരാറുണ്ട്. ട്രാങ്ക്വിലിറ്റി ഓഫ് മൈൻഡ് ഷുവറാണ്. സെൻസ് ഓഫ് വെൽബീയിങ് അതും ഓൾമോസ്റ്റ് ഷുവറാണ്. പിന്നെ ഒരു റിലാക്സേഷൻ നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ക്യാൻസേഴ്സ് ആകുമ്പോൾ ഉള്ളത്. പിന്നെ പ്രൊമോട്ട് കോൺഫിഡൻസും അലേർട്ട്, പിന്നെ അറ്റൻഡീവ്നെസ് ഒക്കെ ഇൻക്രീസ് ചെയ്യും. പിന്നെ ഇറിറ്റബിലിറ്റി കുറക്കും. യോഗ കൊണ്ടും ക്യാൻസർ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൊണ്ടും കിട്ടുന്ന മീൻസ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ആണ് ഇവിടെ ഈ പറഞ്ഞു പോയിരിക്കുന്നത്. പിന്നെ ജീവിതത്തിനോടുള്ള ഒരു ഔട്ട്ലുക്ക് മാറും. കാരണം അതിൽ സ്പിരിച്വൽ ആസ്പെക്റ്റ് കൂടി ഇതിൽ ആഡ് ചെയ്യുമ്പോൾ, സ്പിരിച്വൽ ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ കൺസെപ്റ്റിൽ അതൊരു പോസ്റ്റ് മോഡേൺ റിസർച്ച് കൊണ്ടുള്ള അറിവ് കൂടി നടക്കുക. ആ അറിവും പിന്നെ സ്പിരിച്വൽ നോളജും ഒരേപോലെയാണ് വർക്ക് ചെയ്യുന്നത്. അത് രണ്ടും ഒന്നാണെന്ന് വേണമെങ്കിൽ പറയാം. അൺനോൺ കാര്യങ്ങളാണ്. പിന്നെ ഉള്ളത് നമുക്ക് ഒരു ലൈഫിനെ പറ്റിയിട്ട് സ്ട്രെസ്സും ഇതൊന്നും ഇല്ലാണ്ട് രോഗത്തിൻ്റെ സിംറ്റംസും മാറിയിട്ട് സുഖമായിട്ടുള്ള ഒരു വെൽബീയിങ്ങിന് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഓഫ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഇൻ ആയുർവേദ എന്ന ഈ മൊഡ്യൂൾ കൊണ്ട് സാധിക്കുന്നതാണ്. നമസ്കാരം.